ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൂവാർ കളയിക്കാവള റോഡിൽ ആറ്റുപുറം എന്നുള്ള ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ആൻറ്റിയുടെ കട ഉണ്ട്. നമുക്ക് ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആൻറ്റിയുടെ വീഡിയോ നമ്മൾ മുൻപും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വൈഡായിട്ട് ഇപ്പോൾ ചെയ്യാമെന്ന് അതിൻ്റെ ഒരു ടൈമിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് വൈഡായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മൾ പറഞ്ഞ കട കേട്ടോ. ആൻറ്റി, എന്താണ്, സുഖമാണോ? എങ്ങനെയുണ്ട് കച്ചവടവും കാര്യങ്ങളൊക്കെ? ഇന്ന് കച്ചവടം കുറവാണോ? ദോശയൊക്കെ എങ്ങനെയാ വില? ദോശയൊക്കെ 6 രൂപ. ദോശ 6 രൂപ. വേറെ എന്തൊക്കെ ഉണ്ട് ഇവിടെ? രസവട ഉണ്ട്, പപ്പടമുണ്ട്, അപ്പമുണ്ട്, പുട്ടുണ്ട്. അതൊക്കെ രാവിലെ ഉണ്ടോ? രാവിലെ. ആഹാ. അപ്പൊ കണ്ടിന്യൂ ആണോ? ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ടോ? ഊണും ബിരിയാണിയൊക്കെ ഉണ്ടോ? ഊണും ബിരിയാണി ഒന്നും ഇല്ല. പിന്നെ ചായ ഉണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്. അങ്ങനെ. എത്ര വർഷം കൊണ്ടാ ചെയ്യുന്നത്? ഇവിടെ ഒരു 4 വർഷം വരെ കട തുടങ്ങി. 4 വർഷം. 4 വർഷം. ഞാൻ മേശരി പണിക്ക് വെച്ചോണ്ടിരുന്നത്. ഞാൻ ഇതിനു മുമ്പ് മേശരി പണിക്കാണോ വെക്കേണ്ടത്? മേശരി പണിക്കാണ് വെച്ചോണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 1.5 വർഷം വരെ ഞാനിവിടെ വന്ന് തട്ടുകടയിൽ ദോശ ഇടാൻ വന്നിട്ട് 1.5 വർഷം തന്നെ ആകുന്നല്ലേ? അതിനു മുമ്പ് മേശരി പണിക്കാണ് പോകുന്നത്. 10-20 വർഷം കൊണ്ട് മേശരി പണിയാണ് ചെയ്യുന്നത്. ഓ, മേശരി പണിയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ജീവിത മാർഗം. ഇതാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ കുഴപ്പമില്ല. നല്ല ഉഷാറായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലേ? രാവിലെയാണോ പുട്ടൊക്കെ ഉണ്ടാക്കുന്നത്? രാവിലെ പുട്ട്, അപ്പം, ദോശ. പുട്ട്, അപ്പം, ദോശയൊക്കെ രാവിലെയാണ്. വൈകുന്നേരം ദോശ, ഓംപ്ലേറ്റ്, രസവട, പപ്പടം. കഴിഞ്ഞു. ചായ, കട്ടൻ ചായ, പാൽ ചായ, അങ്ങനെ. കൂടെ ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെ ഉണ്ട്? 2 പെണ്ണുങ്ങളുണ്ട്. 2 പെണ്ണുങ്ങൾ ജോലിക്കുണ്ടോ? സാമ്പാർ, ചമ്മന്തി വെക്കാനും പലഹാരം 2 പേരുണ്ട്. ഇവിടെ ചായ അടിക്കാണ്ട് ഓണർ അണ്ണയുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ്? ഇല്ല. പിന്നെ ഇവിടുത്തെ അണ്ണൻ? എൻ്റെ ഭർത്താവ് മരിച്ചു. അങ്ങനെ. ഇവിടുത്തെ അണ്ണുണ്ട്. പിന്നെ വേറൊരു പയ്യൻ കൂടെ ഉണ്ട് ജോലിക്ക്. അങ്ങനെ എടുത്ത് കൊടുക്കാനൊക്കെ. ഓ, അങ്ങനെ. ഇവിടുത്തെ അണ്ണനാണ് തുടങ്ങിയത് കട. തുടങ്ങിയ അണ്ണനാണ്? അങ്കിളാണ് തുടങ്ങിയത്. നമ്മള് ജോലിക്ക് വന്നതാണ്. എന്നാലും നിങ്ങൾക്ക് ഇത്രയും ആത്മാർത്ഥത നിങ്ങൾ ഈ കടയോടെ കാണിക്കുന്നില്ലേ? അതല്ലേ വലിയ കാര്യം. അപ്പൊ നമ്മള് ഓണർ വരെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഓണർ കേട്ടോ. കട ഓണറാണ്. 4 വർഷമായി. 4 വർഷം. അപ്പൊ അതൊക്കെ ഓടിക്കളഞ്ഞു കേട്ടോ. വീഡിയോയില് പിടി തന്നിട്ടില്ല. ആ പുള്ളിക്കാരൻ ചാടിയിട്ടുണ്ട്. പുള്ളിക്കാരന് ജോലിക്ക് വെക്കണോ, ജോലി ഇല്ലായിരുന്നോണ്ടാണ് കട തുടങ്ങിയത്. നല്ലൊരു കാര്യമല്ലേ? പിന്നെ പുള്ളിക്കാരൻ ജോലി കട തുടങ്ങിയോണ്ട് 2, 3, 4 പേര് ആരോഗ്യമുള്ളപ്പോ അതിനുള്ള ജോലി ചെയ്തു, ആരോഗ്യം ഇല്ലാത്തപ്പോ വേറൊരു ജോലി ചെയ്തോണ്ട് 2-4 പേര് ചെലവ് കഴിഞ്ഞ് പോകുന്നു. എത്രയോ കുടുംബം കഴിഞ്ഞു പോകുന്നു. നിങ്ങളുടെ ബാക്കിലോട്ട് വേറെ എത്രയോ കുടുംബമുണ്ട്. നിങ്ങൾ മാത്രമല്ലല്ലോ. എത്രയോ കുടുംബം കഴിഞ്ഞു പോകും. 2 പേരും അവിടെ ഉണ്ട്. നമ്മളിവിടെ 2-3 പേരുണ്ട്, 5 പേര് വരെ ഉണ്ട്. പിന്നെ അതിന്റെ ബാക്കിൽ എത്ര പേരുണ്ട്? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ചെറിയൊരു സംരംഭത്തിൽ നിന്നല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? പിന്നെ അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ? ഇല്ല. ഒന്നുമില്ല. ചിക്കൻ, മട്ടൻ, ബീഫ് ഒന്നുമില്ല. അപ്പൊ ഈ കട എവിടെയാണ് ഇരിക്കണ ആൻറ്റി? കട ആറ്റുപുറം പള്ളിയിലെ നമ്മളെ പൂവാറിൽ നിന്ന് കളയിക്കാവള പോകുന്ന റോഡിൽ അല്ലേ? കളയിക്കാവള പോകുന്ന പാലത്തിന്റെ ഇപ്പുറത്ത്, നമ്മളെ പള്ളിയിലെ അടുത്ത്.
നമ്മളെ കുരിശടിയിൽ കൊടുത്തിട്ടോ. നമ്മളെ വെട്ടുകാട് ചർച്ചിന്റെ അടുത്തായിട്ടാണ് അല്ലേ ഈ കട വരുന്നത്? ഇത് ജോലി തിരക്കിലാണ്, അതാണ്. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് നമ്മുടെ ജനങ്ങളിലേക്ക്? നമ്മൾ മുമ്പ് ഒരു ആൻറ്റിയുടെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ ഇവിടെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അല്ലേ? കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. ദോശ ചുടുന്നതെല്ലാം അടവായെന്നുള്ളത്. അപ്പോൾ വീണ്ടും അതുകൊണ്ടാണ് നമ്മൾ തീരെയും അടുത്തൊരു വീഡിയോ നമ്മൾ സെറ്റപ്പ് ചെയ്തത്. എന്തായാലും ദോശ ചുട്ടല്ലേ പറ്റൂ. പിന്നെ തീർച്ചയായിട്ടും നമ്മളെ ദൈനംദിനമുള്ള ജീവിതചര്യയല്ലേ. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് കഴിവുള്ള നമ്മൾ എന്താണോ അത് ചെയ്യുന്നത്. അതെ, മക്കളെ അധ്വാനം കൊണ്ട് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. തരില്ലല്ലോ അവർ തന്നാലും ചോറ് നമുക്കൊരു ചായ കുടിക്കാൻ വേണ്ടി തരില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും. നമ്മൾ ജോലി ചെയ്താൽ നിങ്ങളുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളൊക്കെ മൂത്ത കേവളിന്റെ പണിക്ക് പോവും, രണ്ടാമത്തെ മേശരി പണിക്ക് പോവാണ്. മോളാണെങ്കിൽ അയച്ച് അവക്ക് 3 പെമ്പിള്ളേര്. 3 മോക്ക് അല്ലേ? വേറെ കുട്ടികൾ 3 പേരുണ്ട്. 3 മോൾക്ക് 3 മോള്, അടുത്ത മോന് 2 മോള്. ഇപ്പൊ എത്ര മക്കളാണ് നിങ്ങൾക്ക്? 7 പിള്ളേരുണ്ട്, ചെറുമക്കള്. നിങ്ങൾക്ക് എത്ര മക്കളാണ്? എനിക്ക് 3 പേരുണ്ട്. 3 മക്കള്. രണ്ടാണും ഒരു പെണ്ണ്. അപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ കടയിൽ നമ്മൾ വളരെ രസകരമായിട്ടുള്ള പല കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ പല ജീവിത സാഹചര്യങ്ങളും കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന് നമുക്ക് ദോശ കഴിക്കാം, അതേപോലെ പുട്ട്, ദോശ, പിന്നെ അപ്പം, അങ്ങനെ രാവിലെ പല ഐറ്റംസ് ഫുഡുകളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെയും ഉണ്ട്, അതേപോലെ വൈകുന്നേരവും ഉണ്ട്. പിന്നെ ഇറച്ചി ഐറ്റംസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാണ്, നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വന്ന് നമ്മുടെ ആൻറ്റിയുടെ കടയിൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ പൂവാർ കളയിക്കാവിള റോഡിൽ വെട്ടുകാടെന്നുള്ള ഭാഗത്താണ് ഈ കട ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വന്ന് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ചേച്ചി. ശരി.